ഇതാരീ ഫയലൊക്കെ വെക്കുന്ന തലങ്ങും വിലങ്ങും മറച്ചും തിരിച്ചും വെച്ചേക്കും. അപകട ഇൻഷുറൻസ് പ്രീമിയം തുക വർദ്ധിപ്പിക്കാൻ പോകുന്നു. എല്ലാം വർദ്ധിച്ച് വരും തന്നെ. സാറേ, ഇത് വായിച്ചപ്പോഴാണ് ഇന്നലെ ഒരു സൂപ്പർ സംഭവം ഉണ്ടായി. എന്താ സംഭവം? എൻ്റെ അടുത്തൊരു സുഹൃത്ത്, അവന് ആക്സിഡന്റ് ക്ലെയിം കിട്ടി. ആക്സിഡന്റ് ക്ലെയിം കിട്ടണത് അത്ര വലിയ സൂപ്പർ? 3 പല്ല് പോയതിന് 6 ലക്ഷം രൂപ കിട്ടി. അമ്മോ, അത് തരക്കേടില്ലല്ലോ. ഒരു പല്ലിന് 2 ലക്ഷം രൂപ വെച്ചിട്ടാ? ഈ പോയ 3 പല്ലും വെപ്പുമല്ല. അവനാള് ഗംഭീരനാണല്ലോ. സാറിന് വെപ്പൂലുണ്ടോ? നമ്മക്ക് വെപ്പോലൊന്നുമില്ല. ചങ്ങായി, നമ്മുടെ ശരീരത്തിൽ ഉള്ളതൊക്കെ ഒറിജിനൽ തന്നെ. ഒരു കേടും പഠിത്തം സഹായിച്ചാൽ നമുക്കില്ലാട്ടാ. ഈ മറുകില്ലേ, ജന്മനാളാണോ സാറേ? എന്റെ പണി എന്താ വെച്ചാൽ നോക്കിയാൽ ചങ്ങായി, വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ വെച്ച് മനുഷ്യന്റെ മനസ്സ് വെപ്പിക്കാനായിട്ട്. ഹലോ, അതെ, ഇതെന്ത് കളി കളിക്കുന്നത്? ഇതിവിടെ ഈ ബ്ലൈൻഡ് ഫെഡറേഷൻ്റെ ആൾക്കാർക്ക് കൊടുക്കേണ്ട വർക്കത്. അത് എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ഇത് അങ്ങനെ കൊടുക്കണമെന്ന് നിയമമുണ്ട്. സംഗതി കസാര നെയ്ത് തന്നെ അത് കായ് കിട്ടുന്ന പണിയല്ലേ. അപ്പം അത് നമ്മൾ തമ്മിലൊരു പരിചയത്തിൻ്റെ മുകളിലാണ് ഇത് മറച്ചു തരുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇത് ഉണ്ടാവണം നമുക്ക്. പിന്നെ വേഗം പണിത് കൊണ്ടുപോയത്. ശരി, എന്നാ വൈകണ്ട ട്ടാ. ആരാ സാറേ? ഞാൻ കസാര നെയ്യാൻ കൊടുത്തില്ലേ, ഞാൻ നമ്മുടെ സുഹൃത്താ പറഞ്ഞിട്ട്. ഞാൻ അന്നേ സാറിനോട് പറഞ്ഞ അവന്മാർക്ക് ഈ കൊട്ടേഷൻ കൊടുക്കണ്ടെന്ന്. അവന്മാർ ഇനിയും വൈകിയുണ്ടല്ലോ, നമുക്ക് ഇരിപ്പിടയില്ലാണ്ടാവും. നമുക്കിപ്പോ എല്ലാം ഇരിപ്പിടത്തിലേക്ക് അങ്ങനെ ഇരിക്കാൻ. എൻ്റെ സാറേ, അതല്ല, നമ്മുടെ കസേര തെറിക്കും. ഇത് ബ്ലൈൻഡ് ഫെഡറേഷൻ മാത്രം ചെയ്യേണ്ട പണിയാ സാറ് മറിച്ചു കൊടുത്താൽ. സംഗതി ബ്ലൈൻഡ് ഫെഡറേഷൻ്റെ ആൾക്കാർ പണിത സംഗതിയൊക്കെ നന്നാവും. പക്ഷെ നമുക്കും തടയില്ലല്ലോ. അവർക്കും ജീവിക്കണ്ടേ സാറേ? ഞാൻ സെക്രട്ടറി സാറേ. ഏത് ക്ലബിന്റെ? ക്ലബിന്റെ അല്ലേ സാറേ, സാറന്മാരിപ്പോ പറഞ്ഞില്ലേ ബ്ലൈൻഡ് ഫെഡറേഷൻ, അതിന്റെ ജില്ലാ സെക്രട്ടറിയാ സുഗതൻ. അയ്യോ സാറേ, നല്ല കാര്യം, ആളെ മനസ്സിലായില്ല. അല്ല സാറ് ഞങ്ങളെ കുറിച്ച് പറഞ്ഞൊക്കെ ഇപ്പൊ ഞാൻ കേട്ടേ. ഈ അന്തന്മാര് പണിയെടുക്കണതൊക്കെ നല്ല പണിയാണ്, നല്ല സ്ട്രോങ് ആണെന്നൊക്കെ പറഞ്ഞില്ല, കേട്ടു. പിന്നെ ഞങ്ങൾക്ക് പണി തന്നതും ഞാൻ കേട്ടു. ഞാൻ കുറച്ചേരെ വന്നിട്ട് പുറത്ത് നിൽക്കണ്ടായിരുന്നു. അപ്പൊ സാറ് ഫോൺ ചെയ്തിരുന്നില്ലേ, അതൊക്കെ കേൾക്കണ്ടായിരുന്നു ഞാൻ. ഞങ്ങൾക്ക് കേൾവിക്കൊന്നൊരു കുഴപ്പമില്ലേ, കാഴ്ചയില്ലാന്നുള്ളൂ. അതും കേട്ടുട്ടാ. സാറ് ഈ കൈക്കൂലി മേടിച്ചിട്ട് ഇത് ഞങ്ങൾ പാവ അന്തമാര് ജീവിക്കേണ്ട പണി കളഞ്ഞിട്ട് അത് വല്ലവർക്കും കൊടുക്കണത് ശരിയല്ല കേട്ടോ. എന്തെങ്കിലും പറഞ്ഞ ആര് കൈക്കൂലി മേടിച്ച് നിങ്ങൾ കണ്ടോ? സാറ് ഇവിടെ കേഷ്യറായിരുന്ന സമയത്തെ ഈ വ്യാപാരികളൊക്കെ ചില്ലറയ്ക്ക് സാറിന്റെ അടുത്ത് വരുമ്പോ ഈ ഒറ്റ നോട്ടിന്റെ കെട്ടില്ലേ, അത് 100 റുപ്യ മേടിച്ചിട്ട് 95 റുപ്യ കൊടുക്കുള്ളൂ. 2ന്റെ നോട്ട് ഇതുപോലെയൊക്കെ ചെയ്യുള്ളൂ. അങ്ങനെ 5ഉം 10ഉം വരെ പറ്റിച്ചിരുന്ന ആളാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. എന്തൊക്കെ കെട്ടുകഥകളെങ്കിലും പറഞ്ഞിട്ടുണ്ടാക്കണത്, ആരതൊക്കെ പറയണത്? കെട്ടുകഥ എന്നല്ല സാറേ, ഞങ്ങൾ ഈ പാവങ്ങള് ഇതേമാതിരത്തെ ഓഫീസിൽ നിന്ന് ഈ കസാര മടയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി കിട്ടിയിട്ടാണ് ജീവിക്കണത്. ഇനിയെങ്കിലും ഞങ്ങൾക്ക് വരണ പണിയൊന്നും ആർക്കും കൊടുക്കാണ്ട് തരണം കേട്ടോ സാർ. ഇത് ഇവിടെ പെട്ടെന്ന് ഇപ്പൊ എന്താ വെച്ചാൽ ഇൻസ്പെക്ഷന് പെട്ടെന്ന് ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അവര് വരുമ്പോ ഈ കസാരൊക്കെ ഇങ്ങനെ നാശമായിട്ട് കിടക്കുന്ന മോശമല്ലേ. അപ്പൊ പെട്ടെന്ന് സംഗതി ശരിയായി കിട്ടാൻ വേണ്ടി കുറച്ച് അങ്ങനെ കൊടുത്തു എന്നുള്ളൂ. അല്ലാണ്ട് നിങ്ങളെ പറ്റിച്ചൊക്കെ നമ്മളങ്ങനെ ചെയ്യോ? ഇതിപ്പോ എന്താ ഉണ്ടായിന്നൊക്കെ അറിയാലോ. അല്ലാതെ സാറേ ഇനിയെങ്കിലും വരുമ്പോ അത് ഞങ്ങൾക്ക് തരണം കേട്ടോ. അങ്ങനെ ഒന്നും പറയണ്ട, നിങ്ങൾക്ക് തന്നെ തല മന്മത. അതും ശ്രദ്ധിക്കണത്. അത് മന്മഥൻ സാറിന്റെ അപ്പുറത്തെ. രണ്ട് സാറും കൂടിയിട്ടാണല്ലേ മന്മഥൻ സാറേ? ഞങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ ഉണ്ടായിക്കോട്ടോ. ഈ ദൈവം പൊറുക്കില്ല, അശുവും രണ്ടാളും. ഞാനാണ്. അതെ, ഈ ഇപ്പൊ എത്ര കസാര പണിത്? 8 എണ്ണം. 8 എണ്ണം കഴിച്ച് പണിയാത്ത ബാക്കി കസാര മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ സാധനം കൊണ്ടുപോകുമ്പോൾ വേറെ ആൾക്കാർ അവർക്ക് കൊടുക്കണത് വലിയ പ്രശ്നം അത്. ശരി. എന്തിനാ നമ്മള് വെറുതെ പ്രാക്കിട്ട് ചാവാൻ കൊണ്ടുവരുമല്ലേ? അത് കൊണ്ടുവരും. എന്ത് പ്രാക്കാ പ്രാക്കി പോയതില്ലേ.